ഹേ ഗൈസ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മളെ കൂളിംഗ് ഫിലിമാണ്. ഇതിപ്പോൾ നോർമൽ കൂളിംഗ് ഫിലിം, പക്ഷേ ഈ കൂളിംഗ് ഫിലിമിന് എനിക്ക് ആയത് ഇതിൻ്റെ വേറെ പാട്ട് കൂടി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. 164 രൂപയാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിലായ. അതായത് വെറും 164 രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വണ്ടിയിൽ കൂളിംഗ് ഒട്ടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ താറ് CRD ആണ്, ഹാർട്ട് ഓഫ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗവും ആ ഭാഗവും ഞാൻ കൂളിംഗ് ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമ്മളോട് ഭയങ്കരമായിട്ടുള്ളൊരു എമൗണ്ടാണ് പറയുക, 1000-1500 രൂപയൊക്കെ ആകും കൂളിംഗ് ഒട്ടിക്കാനെന്നാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കൂളിംഗ് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു വൈപ്പർ, അതേപോലെ നമുക്ക് 10 രൂപക്കൊക്കെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു ബ്ലേഡ്, അതേപോലെ കുറച്ച് ഷാമ്പൂ വാട്ടർ, ഈ ഒരു 3 ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഐഡിയ വേണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആവണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് നമ്മളെ വണ്ടി തന്നെ വീട്ടിൽ നടന്ന് കൂളിംഗ് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ അളവ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് പുറത്തുനിന്ന് വെച്ച് ജസ്റ്റ് നോക്കുന്നുണ്ട്. നമുക്ക് വേണ്ട അളവിൽ ജസ്റ്റ് ഒന്ന് വേറെയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ഒട്ടിക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ഗ്ലാസ്സിലും അതേപോലെ നമ്മളെ ഈ ഒരു കൂളിംഗ് ഫിലിമിലും ഷാമ്പു അടിച്ചിട്ടാണ് ഇത് ചെയ്യുക. ഷാമ്പു അടിച്ചിട്ട് ലെവൽ ചെയ്യണം. അങ്ങനിപ്പോൾ ലെവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിന് ശേഷം ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇതേപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ കസ്റ്റം ചെയ്ത ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ കാറിലും ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ശ്രദ്ധിച്ച് കട്ട് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ രണ്ടാമത്തെ കൂളിംഗ് പേപ്പർ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ വലിച്ച്, കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചില ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ അതേപോലെ അതിൻ്റെ ആ ഒരു പശ ഒഴിവാക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം വണ്ടീൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ വണ്ടിയിലെ ഗ്ലാസ്സും നമ്മൾ അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് അതേപോലെ വണ്ടിൻ്റെ ഗ്ലാസ് ഏരിയ, ആദ്യം ഗ്ലാസ് നല്ലോണം ക്ലീൻ ചെയ്യണം. അതിന് ശേഷമാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഈ ഗ്ലാസ്സിന് ചെറിയ രീതിയിലുള്ള കൂളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യണം. അപ്പോൾ പിന്നെ അവിടെ അയക്കും കാര്യങ്ങളും ചളിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മുടെ കവറ് വൃത്തിയായി ലെവൽ ചെയ്ത് അവിടെ വെക്കുക. വെച്ചതിന് ശേഷം സൈഡൊക്കെ ലെവലിങ് ചെയ്യാനുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ട് പിന്നെ ഒരു ലെവൽ കിട്ടിയതിന് ശേഷം നമുക്ക് വൈപ്പർ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ വെടിച്ച് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ വടിച്ചിട്ടിങ്ങനെ അതിനുള്ളിലുള്ള ആ ഒരു ഇതൊക്കെ പോണ രീതിയിൽ കറക്റ്റ് വൃത്തിയായ രീതിയിൽ, ചളിയില്ലാഞ്ഞാലാണ് നമുക്ക് കറക്റ്റിൽ കിട്ടുക. അല്ലെങ്കിൽ കുറേ ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. നല്ലോണം ശ്രദ്ധിച്ച രീതിയിൽ ചെയ്യണം. കാരണം ഇതിൻ്റെ അവിടെ കുറച്ച് സിലിക്കണൊക്കെ വരുന്നുണ്ട് ഈ ഗ്ലാസിൻ്റെ അവിടെ. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് 100% എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ലെവലായി കിട്ടും. ഇത് കൂളിംഗ് ഒട്ടിക്കാത്ത ഭാഗമാണ്. ഇതിപ്പോൾ സാധാ നോർമൽ ഏരിയ. അതേപോലെ നമ്മൾ കൂളിംഗ് ഒട്ടിച്ച ഭാഗമാണ്. അത്യാവശ്യം നല്ല ഡാർക്ക് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 80% ഒക്കെ രീതിയിൽ. കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിലെ ഭാഗം നമ്മൾ ഗ്ലാസ് പൊട്ടുള്ളതുകൊണ്ട് നമ്മൾ കൂളിംഗ് ചെയ്തിട്ടില്ല. അതേപോലെ ഈ സൈഡിലെ ഭാഗം നമ്മൾ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫൈനൽ ലുക്കാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു 80% ഒക്കെ പെർഫെക്റ്റാണ്. ഒരു 20% എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു വാഹനമായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതേപോലെ ഈ സൈഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വരുന്നുള്ളൂ. കാരണം കുറച്ചൊരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സുഖപ്രദമായ രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും.